നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് ഭാരത് ലൈവിൽ നമ്മളോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് പൂജ്യ സ്വാമി ഭാർഗവറാം ആണ്. അദ്ദേഹം നിരവധി വിഷയങ്ങളിൽ കൃത്യമായ നിലപാടുകൾ പറയുകയും അത് പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയാവുകയും ഒക്കെ ചെയ്തത് നമുക്കറിയാം. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പല വെളിപ്പെടുത്തലുകളും ഇന്ന് സത്യമായി വന്നിരിക്കുന്നു. അദ്ദേഹം നൽകിയ മുന്നറിയിപ്പുകൾ ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഈ ശബരിമലയിൽ സ്പോൺസർമാരെ കുറിച്ച് ഏറ്റവും ആദ്യം അപകട സൂചന നൽകിയത്, മുന്നറിയിപ്പ് നൽകിയത് സ്വാമി ഭാർഗവറാം ആണ്. അദ്ദേഹം ഈ വിഷയത്തിൽ സ്പോൺസർമാർ വലിയ അപകടകാരികളാണെന്നും സ്പോൺസർമാരുടെ പശ്ചാത്തലം അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ആവശ്യം ഏറ്റെടുത്തതുകൊണ്ടാണ് ചിലർ ഹർജിയുമായിട്ട് ഹൈക്കോടതിയിലേക്ക് പോയതെന്ന് പോലും ഞാൻ കരുതുന്നു. തുടർന്ന് ഹൈക്കോടതി അതേക്കുറിച്ചൊക്കെ അന്വേഷിക്കാൻ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയും അതിന് ചില നടപടികൾ സ്വീകരിക്കുകയും ചെയ്തതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും സ്വാമിജി, ഇപ്പോൾ ഈ ശബരിമലയിൽ എത്തുന്ന സ്പോൺസർമാർ വളരെ ദുരൂഹവും സംശയാസ്പദവുമായ സാഹചര്യവും പശ്ചാത്തലവും ഉള്ളവരാണ് എന്ന് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു. ഈ വിഷയത്തിൽ ഇപ്പോഴത്തെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഈ സ്വർണ്ണപ്പാളി, സ്വർണമെന്നും ചെമ്പെന്നും ഒക്കെ പറഞ്ഞ് ആൾക്കാർ വഴിതെറ്റിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഈ സ്വർണ്ണപ്പാളി കടത്തുമായി ബന്ധപ്പെട്ട് ഈ സ്പോൺസർമാരുടെ പങ്കിനെ കുറിച്ച് അങ്ങേക്ക് എന്താണ് പൊതുസമൂഹത്തോട് പറയാനുള്ളത്? സ്പോൺസർമാർ ഒരു വേറിട്ട ഒരു വിഭാഗമല്ല, ഒരു വലിയ കൊള്ളസംഘത്തിൻ്റെ, അതായത് ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട, ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു കൊള്ളസംഘത്തിൻ്റെ ഓപ്പറേഷൻസിൻ്റെ വിഭാഗത്തിൽ നിൽക്കുന്ന ഒരു ഘടകം മാത്രമാണ് ഈ സ്പോൺസർമാർ. സ്പോൺസർമാരിലൂടെയാണ് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള വസ്തുക്കളിലേക്ക്, സ്വർണത്തിലേക്ക്, പഴയകാല പാത്രങ്ങളിലേക്ക്, വിഗ്രഹങ്ങളിലേക്ക് ഒക്കെയും പ്രവേശിക്കുന്നത്. പുരാവസ്തു മൂല്യമുള്ള വസ്തുക്കൾ, അല്ലെങ്കിൽ അതുപോലെ വിലപിടിപ്പുള്ള കാര്യങ്ങളിലേക്ക് അത് നവീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, അത് പുതിയതുണ്ടാക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇപ്പോൾ ഈ സ്പോൺസർമാർ ചെയ്യുന്നത് പഴയത് മാറ്റിയിട്ട് പുതിയത് ഉണ്ടാക്കുന്നത് മാത്രമല്ല, പുതിയ കാര്യങ്ങൾ ഇന്നത് അവിടെ ആവശ്യമുണ്ട്, ഇന്ന ഫെസിലിറ്റി അവിടെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് പല ആളുകളിൽ നിന്നും കാശ് പിരിച്ചിട്ട് ചെറിയ തുകയ്ക്ക് അത് അവിടെ സമർപ്പിക്കുന്ന രീതികളൊക്കെ ഉണ്ട്. ഒരു രീതിയിലല്ല ഈ സ്പോൺസർമാരുടെ ഇടപെടൽ ഉണ്ടാകുന്നത്. പക്ഷേ ഇത് സ്പോൺസർമാർക്ക് മാത്രമായിട്ട് ചെയ്യാൻ വേണ്ടി കഴിയുന്നതല്ല. ഇതിൽ ദേവസ്വം ബോർഡ് മെമ്പർമാർക്ക് തൊട്ട് അവിടെയുള്ള അഭിപ്രായങ്ങൾ രൂപീകരിക്കേണ്ട പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ തൊട്ട് അതുപോലെ തന്നെ തന്ത്രിമാരടക്കമുള്ള ആളുകൾ വരെയും ഉള്ളവർക്ക് ഇതിൽ വലിയ റോളുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ഘടകം ജാഗ്രതയായിട്ട് നിന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ കൊള്ള നടക്കില്ല. ജാഗ്രത കാണിക്കാത്തതല്ല, അതിന് വഴങ്ങി, അതിനോട് ഒത്തുചേർന്ന്, അതിനോട് സമരസപ്പെട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയി എന്നുള്ളതാണ് കാണുന്നത്. ഇത് ശബരിമലയിലും മാത്രമല്ല, കേരളത്തിലെ പൗരാണിക ക്ഷേത്രങ്ങളിലെല്ലാം ഇതുപോലെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. നിരവധി ക്ഷേത്രങ്ങളിലെ താഴികക്കുടങ്ങൾ ഇന്നില്ല. താഴികക്കുടങ്ങൾ പുതുക്കാത്ത ഇടങ്ങളുണ്ട്, പുതുക്കിയ ഇടങ്ങളിൽ പഴയ താഴികക്കുടങ്ങൾ പോയി, പല സ്ഥലത്തെയും താഴികക്കുടങ്ങൾ മോഷണം പോയി. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പുതുക്കിയതിൻ്റെയൊക്കെ പിന്നാമ്പുറങ്ങൾ ഇനി അന്വേഷിക്കേണ്ടതുണ്ട്. പഴയ പല സാധനങ്ങളും പുതുക്കിയിട്ട് വെച്ചിട്ടുണ്ട്, പാത്രങ്ങളടക്കമുള്ളത് നമുക്കറിയാം. അത് വെള്ളിപ്പാത്രങ്ങളുണ്ട്, സ്വർണ്ണപാത്രങ്ങളുണ്ട്, രത്നം പതിച്ചതുണ്ട്, നിരവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ എല്ലാ ക്ഷേത്രങ്ങളിലെയും കാര്യങ്ങൾ ഇനി ഒന്നൊന്നായിട്ട് പുറത്തു വരും എന്നാണ് വിചാരിക്കേണ്ടത്. ഏതായാലും കോടതി ഈ വിഷയത്തിൽ അതിജാഗ്രത പുലർത്തുന്നുണ്ട്. വിചാരിച്ച ജാഗ്രത ഏതായാലും പ്രതിപക്ഷ കക്ഷികൾക്ക് ഈ വിഷയത്തിൽ ഇല്ല. എനിക്ക് തോന്നുന്നു കോൺഗ്രസ് കുറച്ച് ഉഷാറായിട്ട് ഈ വിഷയത്തിൽ ചില നേതാക്കന്മാർ ഇടപെടുന്നുണ്ടെന്ന് തോന്നുന്നു. അതിൽ രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങളും മുതലെടുപ്പ് താല്പര്യങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ ചില കാര്യങ്ങൾ അവർ കേസ് മുന്നോട്ട് പോകുന്നത് ജാഗ്രതയോടുകൂടെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. ഏതായാലും സ്പോൺസർമാർക്ക് മിക്കവാറും എല്ലാ രാഷ്ട്രീയ കക്ഷികളുമായിട്ടും ബന്ധമുണ്ട് എന്നുള്ളത് ഒരു കൗതുകമുള്ള കാര്യമാണ്. അതൊക്കെ ഇപ്പോൾ ഏതാണ്ട് പൂച്ച പുറത്തു വന്നു. അതെ.
ഞാൻ ഈ അവസരത്തിൽ മറ്റൊരു കാര്യം ചോദിക്കുകയാണ്. ഇപ്പോൾ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. അതെ. കോടതി ഇടപെട്ട് SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, അതിന്റെ തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥൻ കളങ്കരഹിതനായ കറകളഞ്ഞ ഒരാളാണ്. അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ നല്ലതാണ്, ട്രാക്ക് റെക്കോർഡ് നല്ലതാണ്. അദ്ദേഹത്തെക്കുറിച്ച് മാധ്യമങ്ങൾക്ക് ആർക്കും എതിരഭിപ്രായമൊന്നുമില്ല. H. വെങ്കടേഷ് IPS. അപ്പോൾ പക്ഷെ ഈ അന്വേഷണം വല്ലാതെ വൈകുന്നുണ്ട്, ഇതിന് വേഗം പോരാ എന്ന പരാതി വളരെ വ്യാപകമാണ്. കോടതി പോലും അക്കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? വളരെ കൃത്യമായിട്ട് ഇതിന്റെ പുറകിൽ ഉന്നതർ ഉണ്ടെന്ന് തുടക്കം തൊട്ട് തന്നെ കോടതി അടക്കം പറഞ്ഞു. ഒരു വിഗ്രഹ കള്ളക്കടത്തുകാരന്റെ പേര് പോലും കോടതി പറഞ്ഞു, അതിനോട് ഉപമിക്കുകയും ചെയ്തു ഈ സംഭവത്തെ. പക്ഷെ എന്തുകൊണ്ട് ഈ അന്വേഷണം അങ്ങനെ ഇതിന്റെ ആഴങ്ങളിലേക്ക് പോയി ഉന്നത തലങ്ങളിലുള്ളവരിലേക്ക് ആ അന്വേഷണം എന്തുകൊണ്ട് എത്തുന്നില്ല? SIT എന്നുള്ളത് ആത്യന്തികമായിട്ട് ആഭ്യന്തര വകുപ്പിന്റെ തന്നെ ഭാഗമാണ്. ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന ഭരണകൂടമുണ്ട്, ഭരണകൂടത്തിന് രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്. കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിൽ കടന്നുപോയി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. മിക്കവാറും പ്രതികളൊക്കെ ഏതേത് പശ്ചാത്തലത്തിൽ നിന്നുള്ളവരായിരിക്കും എന്ന് നമുക്കറിയാം. എത്രത്തോളം ഉന്നതന്മാരുണ്ട് എന്ന് ഏകദേശം സമൂഹത്തിന് ഇന്ന് ബോധ്യമുണ്ട്. അത്തരത്തിലുള്ള അറസ്റ്റുകളിലേക്ക് SIT കടക്കുകയാണെങ്കിൽ, നടപടികളിലേക്ക് കടക്കുകയാണെങ്കിൽ വലിയ പ്രത്യാഘാതം ഇതുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾക്ക്, ഭരണകക്ഷികൾക്ക് ഉണ്ടാകും. അതുകൊണ്ട് പെട്ടെന്ന് ഒരു നീക്കം നടത്തരുത് എന്ന് പല ഭാഗത്തു നിന്നും സമ്മർദ്ദങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ നമുക്ക് ഊഹിക്കാവുന്നതാണ്. അതുണ്ടായി എന്ന് തന്നെ സ്ഥിരീകരിക്കുന്ന മട്ടിൽ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു പ്രതിപക്ഷ നേതാവ് ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഏതേത് IPS ഉദ്യോഗസ്ഥന്മാരാണ് അന്വേഷണ സംഘത്തെ ഇത്തരത്തിൽ നിർബന്ധിച്ചത് എന്ന് പറയാൻ തയ്യാറാകുന്നില്ല. നിർബന്ധിച്ചത്, സമ്മർദ്ദം ചെലുത്തിയത് എന്ന് പറയാൻ തയ്യാറാകുന്നുമില്ല. അദ്ദേഹത്തിന് അത്ര വലിയൊരു ഉത്തരവാദിത്വ ബോധമുണ്ടെങ്കിൽ അതുകൂടി അദ്ദേഹം വെളിപ്പെടുത്തേണ്ടതായിരുന്നു. അദ്ദേഹത്തിനും അവരെ ആരെയൊക്കെ സംരക്ഷിക്കാനുണ്ട് എന്നാണ് അതിൽ നിന്ന് ബോധ്യമാകുന്നത്. അദ്ദേഹത്തിനും എന്തൊക്കെയോ താല്പര്യങ്ങളുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ശരിയായിരിക്കാം, സതുദ്ദേശപരമായിരിക്കാം, ഞാൻ അതിനെ ഒന്നും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഈ സതുദ്ദേശത്തിനിടയിലും പുള്ളിക്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹം അത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളത്. പക്ഷേ കോടതി ഈ വിഷയത്തിലേക്ക് കൂടി കടന്ന് ഒരുപക്ഷെ കോടതിക്ക് ഇത്ര സൂക്ഷ്മമായിട്ടൊന്നും പരിശോധിക്കേണ്ടതില്ലായിരിക്കാം. എങ്കിൽ പോലും കോടതി ഇതിലടക്കം സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് ഇതിൽ ഗൂഢാലോചനയുണ്ടോ, കേസ് വൈകിപ്പിക്കുന്നതിൽ ഗൂഢാലോചനയുണ്ടോ, ആരുടെയെങ്കിലും ബാഹ്യ ഇടപെടലുണ്ടോ, ഇതെല്ലാം കോടതി കൃത്യമായിട്ട് നോക്കുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന രീതിയിലാണ് കോടതിയുടെ പരാമർശങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് ഈ അന്വേഷണത്തിൽ എനിക്ക് ആശങ്ക തോന്നുന്നില്ല ഇപ്പോഴത്തെ തൽക്കാലം. ഈ അന്വേഷണം ഇതേ മട്ടിൽ തുടരണം കോടതിയുടെ നിരീക്ഷണത്തിൽ എന്നാണ് എനിക്ക്. അങ്ങ് ഉദ്ദേശിച്ചത് നമ്മുടെ പ്രതിപക്ഷ നേതാവായിരുന്ന മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട രമേശ് ചെന്നിത്തല. അവിടെ എനിക്ക് ഒരു സംശയം, ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. ചെന്നൈ കേന്ദ്രീകരിച്ച് ഡി മണി എന്നൊരു വ്യവസായിയുടെ പേര് ഇതിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഈ സ്പോൺസർമാരുടെയൊക്കെ ഒരു തലതൊട്ടപ്പൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് കേവലം ചെന്നൈയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ? ഇത് ഈ തെക്കേ ഇന്ത്യയിൽ മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന ഒരു കൊള്ള സംഘത്തിന്റെ ശൃംഖലയല്ലേ നമുക്ക് മുന്നിൽ തെളിഞ്ഞിരിക്കുന്നത്, ഭാഗികമായെങ്കിലും? എന്താണ് അങ്ങയുടെ അഭിപ്രായം? ഇത് കൊള്ളസംഘം എന്നുള്ളതിൽ ഉപരിയായിട്ടും അല്ലെങ്കിൽ സ്പോൺസർമാർ എന്നുള്ളതിലുപരിയായിട്ട് തെക്കേ ഇന്ത്യയിൽ പതിറ്റാണ്ടുകളായിട്ട് വലവിരിച്ചിരിക്കുന്ന ഈ ആർക്കിയോളജിക്കൽ വാല്യൂസ് ഉള്ള, അതുപോലെ ഈ പൗരാണിക മൂല്യങ്ങളുള്ള സാധനങ്ങൾ മോഷ്ടിക്കുകയും കളക്ട് ചെയ്യുകയും വിദേശത്തേക്ക് കടത്തുകയും കോടികളുടെ വിനിമയം നടത്തുകയും ചെയ്യുന്ന വലിയ ലോബിയുണ്ട്. ഈ ലോബിയുടെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡി മണി എന്ന് പേരിൽ വ്യവഹരിക്കപ്പെടുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ചിലപ്പോൾ അത് യഥാർത്ഥ പേര് പോലും ആയിരിക്കില്ല. ഉത്തരേന്ത്യയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ദക്ഷിണേന്ത്യയിൽ പല പൗരാണിക സംവിധാനങ്ങളും അതേ രീതിയിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൗരാണിക മൂല്യമുള്ള എല്ലാ കാര്യങ്ങളും ഭാരതത്തിൽ നിന്ന് ലഭ്യമാകാൻ കൂടുതൽ സാധ്യതയുള്ളത് തെക്കേന്ത്യയിൽ നിന്നാണ്. അത് കേരളത്തിൽ നിന്നുള്ളതുണ്ട്, തമിഴ്നാട്ടിൽ നിന്നുള്ളതുണ്ട്, കർണാടകത്തിൽ നിന്നുള്ളതുണ്ട്, ആന്ധ്രയിൽ നിന്നുള്ളതുണ്ട്. ഈ ഇത്തരത്തിലുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഒരുവിധമൊക്കെ മാറ്റപ്പെട്ടു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ആയിരക്കണക്കിന് കോടി ഡോളറിന്റെ വിനിമയം അല്ലെങ്കിൽ സമ്പത്തുകൾ, ഇന്ത്യൻ സമ്പത്തുകൾ ഇത്തരത്തിൽ സമാഹരിച്ചു എന്ന് പല വ്യക്തികളും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് അന്വേഷണം ഉത്തരവാദപ്പെട്ട ഏജൻസികൾ അല്ലെങ്കിൽ ഭാരത സർക്കാർ നടത്താൻ ഈ നിമിഷം വരെ തയ്യാറായിട്ടില്ല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. വെളിപ്പെടുത്തൽ ഉണ്ടായിട്ട് അവിടെ എനിക്കൊരു ചെറിയൊരു ചോദ്യം.
നമ്മുടെ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ആ ഹർജി കോടതി പരിഗണിക്കുകയും ചെയ്തു. എന്താണ് ഈ CBI അന്വേഷണം ഇതിൽ ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിലും ഈ കോടതി CBI അന്വേഷണത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? സർക്കാർ ഇതിനെ എതിർക്കുമെന്ന് തീർച്ചയാണ്, ദേവസ്വം ബോർഡും എതിർക്കുമെന്ന് തീർച്ചയാണ്. പക്ഷേ ഇവിടെ ഈ പറഞ്ഞ പോലെ സംസ്ഥാനാന്തര ബന്ധം ഉള്ളതുകൊണ്ട് ഒരു പക്ഷേ വിദേശ ബന്ധം പോലും ഇതിനുണ്ടാകാം. ഏതാണ്ട് 500 കോടി, അങ്ങ് പറഞ്ഞതുപോലെ രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തൽ അനുസരിച്ച് 500 കോടി രൂപയുടെ ഒരു കള്ളക്കടത്താണ് നടന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വിദേശ ബന്ധം ഇതിനെ നമുക്ക് സംശയിക്കാം. എങ്കിൽ CBI പോലൊരു ഏജൻസി അന്വേഷിക്കുന്നതല്ലേ നല്ലത്? എന്താണ് അങ്ങേക്ക് ഇതേക്കുറിച്ച് എന്താണ് അഭിപ്രായം? വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഇപ്പോഴുള്ള CBI അന്വേഷണം എന്നുള്ളത് തീരെ ഗുണകരമാകില്ല. എന്തുകൊണ്ടാണ്? ഇപ്പോഴത്തെ CBI അന്വേഷണം എന്നുള്ളത് ഈ അന്വേഷണത്തിന്റെ എല്ലാ ദിശകളെയും മാറ്റിമറിക്കുന്ന, ഇതിന്റെ എല്ലാ ഊർജത്തെയും കെടുത്തുന്ന മട്ടിലേക്ക് വ്യതിചലിക്കപ്പെടാൻ കാരണമാകുന്നതാണ്. CBIയുടെ സഹായത്തിൽ തന്നെ ഇതര സംസ്ഥാനങ്ങളിലേക്കും വിദേശത്തേക്കും, ഇപ്പോൾ വിദേശത്തുള്ള ഏജൻസികൾക്ക് CBI ആണ് അവരുടെ ബന്ധപ്പെടാവുന്ന ഏജൻസി എന്നുള്ളത്. അതുകൊണ്ട് CBIയുടെ സഹായം അന്വേഷണ ഏജൻസിക്ക് തേടാൻ വേണ്ടി പറ്റും. അത് ആഭ്യന്തര വകുപ്പിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾക്ക് മുന്നേയും ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ട്. അന്വേഷണ സംഘങ്ങൾ ചെയ്തിട്ടുണ്ട്, CBI സഹായം തേടിയിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കോടതി മുഖേന മുന്നോട്ട് പോകുന്ന ഈ അന്വേഷണം താമസിക്കുന്നുണ്ട് എങ്കിലും പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതിൽ വെള്ളം ചേരുന്നില്ല, സാവകാശമായിരിക്കും, സമഗ്രമായിരിക്കത്തില്ല. ഇപ്പോൾ സമഗ്രതയിലേക്ക് വരുന്നില്ലായിരിക്കാം. അതേപോലെ തന്നെ താമസം, ഡിലേ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം, വേഗം പോരാ. ഈ രണ്ട് കുഴപ്പങ്ങൾ ഒഴിച്ചാൽ ഇപ്പോഴത്തെ അന്വേഷണം കുറ്റമറ്റതാണ് എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോടതി വളരെ അധികം, ഒരു നെല്ല് വീഴുന്ന അത്രയും കാര്യങ്ങൾ പോലും സൂക്ഷ്മത കോടതി ഈ വിഷയത്തിൽ പുലർത്തുന്നുണ്ട്. കേരളത്തിലെ ഇതര കേസുകളൊക്കെ കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച കാര്യമൊക്കെ നമുക്കറിയാം. അത് അവസാനം ഒന്നുമല്ലാതായി തീരുന്ന ഒരു പശ്ചാത്തലം നമുക്ക് മുന്നിലുണ്ട്. കൂടുതലേ ഇനിയിപ്പോ CBI അന്വേഷിച്ചു, ഈ കേസ് എല്ലാം കൂടെ കലങ്ങി പറഞ്ഞാൽ ഇതിന്റെയൊക്കെ പഴി നരേന്ദ്രമോദി കേൾക്കേണ്ടി വരും. ഇവർക്ക് ഇവിടുന്ന് കേരള BJP അധ്യക്ഷൻ അതാവശ്യപ്പെട്ട് ഉടനെ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് എവിടെ എത്താതിരുന്നാൽ അയ്യപ്പ വിശ്വാസികളുടെ എല്ലാം അവിശ്വാസത്തിന് പാത്രമാകുന്ന ഇവരാരുമായിരിക്കത്തില്ല, നരേന്ദ്രമോദി അല്ലെങ്കിൽ അമിത്ഷാ ആയിരിക്കും. അവസാനം ഒരു ചോദ്യം കൂടി. നമ്മുടെ ED ഈ വിഷയത്തിൽ ഇപ്പോൾ ഇടപെട്ടിട്ടുണ്ട്. കാരണം ഇതിനകത്ത് കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട് എന്നാണ് ED പറയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി അത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് തെളിവുമുണ്ട്. അത് നമ്മുടെ SITയും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ED അന്വേഷണം ഇതിനകത്ത് വന്നാൽ എന്തായിരിക്കും ഫലം? EDക്ക് ഇതിനകത്ത് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ED അന്വേഷണം വരുമ്പോൾ ചില ഭാഗങ്ങളിലുള്ള അന്വേഷണങ്ങൾ മറ്റ് ഏജൻസികൾക്ക് നടത്താൻ വേണ്ടി പറ്റാതെയാവും. ഈ ED അന്വേഷണം തുടങ്ങിയ കേസുകളെല്ലാം ഇത് കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അവസാനം ED തനിക്കാക്കി വടക്കാക്കുന്ന ഒരു പരിപാടിയാണ് കേരളത്തിലെ. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ, ഇതിൽ രാഷ്ട്രീയം കലർത്താത്ത സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇതാണ് കേരളത്തിൽ ഒട്ടുമിക്ക കേസുകളിലും സംഭവിച്ചിട്ടുള്ളത്. ഏതേത് കേസുകൾ വേണമെങ്കിൽ നമ്മുടെ ലിസ്റ്റ് അങ്ങേക്ക് പറയുമായിരിക്കും, അറിയാവുന്ന കാര്യങ്ങളാണ്, പൊതുസമൂഹത്തിന് അറിയും. കേരളത്തിൽ ED തൊട്ടിട്ടുള്ള എല്ലാ കേസുകളും തനിക്കാക്കി വടക്കാക്കി തീർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ മുഴുവൻ അനധികൃത ഫണ്ടിങ്ങിന്റെയും മൂലസ്ഥാനവും അതിന്റെ വിനിയോഗവും തീവ്രവാദ ബന്ധവും കണ്ടുപിടിക്കാവുന്ന ഒരു കേസായിരുന്നു തിരുവനന്തപുരം എയർപോർട്ടിൽ 30 കിലോ സ്വർണം കടത്തിയ കേസ്. ആ കേസ് തൊലച്ചു കളഞ്ഞത് ED ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇത്തരത്തിലെ കേന്ദ്ര ഏജൻസികളെ അസമയത്തും അസ്ഥാനത്തും അനധികൃതമായിട്ടും ഒക്കെ ഉൾപ്പെടുത്തുന്ന, നമ്മൾ അധികം വിശ്വാസത്തോടു കൂടി ഉൾപ്പെടുത്തുമ്പോൾ വന്നു ചേരുന്ന ദുരന്തങ്ങൾ ഇതാണ്. ഈ സമയത്തും CBIയോ മറ്റ് ഏജൻസികളോ ഈ വിഷയത്തിൽ തൊടാതിരിക്കുന്നതായിരിക്കും ഈ കേസിന്റെ മുന്നോട്ട് പോക്കിന് നല്ലത്. ഈ വിഷയത്തിൽ കേന്ദ്ര ഏജൻസികളും കേന്ദ്ര സർക്കാരും ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും, ഞാനും ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്തു, ഞാനും എന്തെങ്കിലും ഇക്കാര്യത്തിൽ ആവശ്യപ്പെട്ടു, ഞാനും അഭിപ്രായം പറയേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് വരുന്നതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം. CBIയുടെ അന്വേഷണം ഒരു പക്ഷേ സ്വതന്ത്രമായിട്ടുള്ള അന്വേഷണം വേണം. ദക്ഷിണേന്ത്യയിൽ നിന്ന് ആകെ കടത്തിയിട്ടുള്ള ആന്റിക് വാല്യൂസ് ഉള്ള കാര്യങ്ങളുടെ മേലെ പല വ്യക്തികളും വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. ഇത് ഭാരതത്തിന്റെ പൈതൃക സമ്പത്താണ്. ഈ ആയിരക്കണക്കിന് കോടി ഡോളറിന്റെ ഈ വിനിമയത്തെക്കുറിച്ച്, ഈ ലോബികളെ കുറിച്ച് പറ്റുമെങ്കിൽ ഒരു അന്വേഷണം ആഭ്യന്തര വകുപ്പ് CBI മുഖേനയോ ഇതര ഏജൻസികൾ മുഖേനയോ നടത്തട്ടെ. അല്ലാതെ ഈ കേസിന്റെ ഇതിന്റെ പിന്നാലെ പിടിച്ച് ഞങ്ങൾ അതിലേക്ക് എത്തും എന്ന് പറഞ്ഞ് ഈ കേസ് തൊലക്കാതിരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. തീർച്ചയായിട്ടും നമുക്ക് കാത്തിരിക്കാം. ഇനിയിപ്പോൾ ഏതാണ്ട് 1.5 ആഴ്ച കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ദേവസ്വം ബെഞ്ച്, ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് വീണ്ടും ഹർജി
പരിഗണിക്കുകയാണ്. അപ്പോൾ SITക്ക് അന്വേഷണ റിപ്പോർട്ട്, ഇടക്കാല റിപ്പോർട്ട് ഇങ്ങനെ സമർപ്പിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, ഈ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ അറസ്റ്റിലായി റിമാൻഡിലാണ്. അന്ന് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന രണ്ടുപേർ കൂടി ദേവസ്വം ബോർഡ് അംഗങ്ങളായ രണ്ടുപേർ കൂടി അറസ്റ്റിലാവുമെന്നും കേൾക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം, കൂടുതൽ വിവരങ്ങൾ പുറത്തു വരട്ടെ. ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ കോടതിയുടെ നിരീക്ഷണത്തിൽ, കോടതിയുടെ കൃത്യമായ ജാഗ്രതയോടുകൂടിയുള്ള സൂക്ഷ്മമായ നിരീക്ഷണത്തിൽ SITയുടെ അന്വേഷണം പുരോഗമിക്കട്ടെ. അതിന് വേഗം കൂട്ടാനുള്ള നടപടികൾ, സമ്മർദ്ദം ഒക്കെ നമുക്ക് ചെലുത്താൻ കഴിയണം. അവിടെ SITക്ക് കൃത്യമായി കുറ്റവാളികളിലേക്ക്, പ്രതികളിലേക്ക് എത്താൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ഉറച്ച വിശ്വാസം. ബാക്കിയൊക്കെ സാക്ഷാൽ അയ്യപ്പസ്വാമി നോക്കിക്കൊള്ളും.